പണ്ട് കാലം മുതലേ പുളിയച്ചാർ വർഷങ്ങളോളം കേടാകാതെ സൂക്ഷിച്ചിരുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന അച്ചാറിന് അസാധ്യമായ രുചിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഈ പുളിമരം വർഷത്തിൽ 2-3 പ്രാവശ്യം കായ്ക്കാറുണ്ട്. ഇതിന് പല പേരുകളുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ചീമപ്പുളി എന്നാണ് പറയുന്നത്. കുറച്ച് അച്ചാർ തയ്യാറാക്കാനുള്ള പുളി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ തണ്ടും ഇതിൽ കിടക്കുന്ന പൊടിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇതിലെ വെള്ളമൊന്ന് തോർന്നതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. ഇതേപോലെ 2 സൈഡും മുറിച്ച് മാറ്റിയതിന് ശേഷം പുളിയുടെ വലുപ്പം അനുസരിച്ച് 4-6 പീസായിട്ട് മുറിച്ചെടുക്കാം. ആവശ്യത്തിന് പുളി മുറിച്ചെടുത്ത് കഴിഞ്ഞു. മുറിച്ചെടുത്ത പുളി 2.5 കപ്പ് ആണ് ഉള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടം വരെ എല്ലാവരും ഏകദേശം ഒരേ രീതിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. പക്ഷേ അടുത്ത ഒരു സ്റ്റെപ്പാണ് നമ്മുടെ പുളിയച്ചാറിനെ വ്യത്യസ്തമായ ഒരു രുചിയിലേക്ക് മാറ്റുന്നത്. ഉപ്പും പുളിയും കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് വലിപ്പമുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്നത് പോലെ ഒന്ന് നിരത്തിയിടാം. ഇതിനിയും വെയിലത്ത് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 4-5 മണിക്കൂറിൽ കൂടുതൽ വെയിലത്ത് വെക്കാൻ പാടില്ല. ഈ ഒരു പരുവമായി കഴിയുമ്പോൾ വെയിലത്ത് നിന്ന് എടുക്കണം. വെയിലത്ത് നിന്ന് എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ അച്ചാറിടാം. ഇനി ഒരു സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് ഒരു 2 മിനിറ്റ് വാടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞതിടാം. 1/4 കപ്പ് വെളുത്തുള്ളിയും അതിൻ്റെ പകുതിയാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകണം. കറിവേപ്പില ക്രിസ്പായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. എണ്ണയുടെ തിളയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്താണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി കൂടി നമുക്ക് ഒഴിക്കാം. വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓൺ ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. പുളിയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. ഇതിൻ്റെ ചൂടിപ്പോൾ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം വെയിലത്ത് വെച്ച് വാട്ടി വെച്ചിരിക്കുന്ന പുളി കൂടി ഇതിലേക്ക് ഇടാം. 2.5 കപ്പ് പുളിയാണ് വെയിലത്ത് വെച്ചത്. ഇത് വാടിക്കഴിഞ്ഞപ്പോൾ 1/4 കപ്പ് മാത്രമേ ഉള്ളൂ.
ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. പുളിയച്ചാർ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കുപ്പിയിലേക്കോ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കോ മാറ്റണം. ഇത് ഞാൻ ഇന്നലെ തയ്യാറാക്കിയതാണ്. അപ്പോൾ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ കിട്ടാതിരുന്നത് കൊണ്ട് വീണ്ടും ഇന്ന് ഒന്നുകൂടി തയ്യാറാക്കി. ഇത് രണ്ടും നമുക്ക് ഈ കുപ്പിയിലേക്ക് മാറ്റാം. അച്ചാർ തയ്യാറാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ വെള്ളം അതിനകത്ത് ഒട്ടും തന്നെ വരാൻ പാടില്ല. വെള്ളമുള്ള തവിയോ പാത്രമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ അച്ചാർ സൂക്ഷിക്കുന്ന കുപ്പി നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വേണം എടുക്കാൻ. ഇതിപ്പോൾ എണ്ണ താഴെയാണ് കിടക്കുന്നത്. 2 ദിവസമാകുമ്പോഴേക്കും മുകളിൽ എണ്ണ തെളിഞ്ഞു വരും. അച്ചാർ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ മുകൾ വശം ഒരു സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതേപോലെ കുപ്പിയുടെ വക്കിന് അച്ചാറിൻ്റെ അംശം എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ നല്ല തുണി വെച്ചോ തുടച്ച് കളഞ്ഞിട്ട് വേണം അടച്ചു വെക്കാൻ. ഇതിനി അടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറക്കാം. അച്ചാർ തയ്യാറാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഒരു സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാനിതൊന്ന് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷമാണ് അച്ചാറിലേക്ക് ഇടുന്നത്. അച്ചാർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സാധാരണ നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ടാണ് കിടക്കുന്നത്. ഇതിൽ അങ്ങനെ വെള്ളമില്ല, നല്ല ടേസ്റ്റുമാണ്. ചീമപ്പുളി ഈ രീതിയിൽ അച്ചാറിടുന്നത് ഒരുപാട് പേരുടെ അടുത്ത് അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പുളിയച്ചാർ ഇടുമ്പോൾ പുളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം. എന്നാൽ ഇതിന് അങ്ങനെയുള്ള ഒരു ടേസ്റ്റേ അല്ല. അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിൽ തയ്യാറാക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയ റെസിപ്പിയാണ് ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.